ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ആധികാരികത ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അതിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചും പല ചോദ്യങ്ങൾ വന്നിരുന്നു. സോ ടുഡേ ദ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ് പ്രവീൺ ഡേവിസ് 8319 എന്ന അക്കൗണ്ടിൽ നിന്നിട്ടുള്ളത്. പല ചോദ്യങ്ങളും വന്നിരുന്നു, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ ചെറിപ്പിക്ക് ചെയ്തു. സോ ഇവർ ചോദിക്കുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസായി ചെയ്ത കാനഡ വാല്യൂ ഉണ്ടാവോ, അവിടെ PG ചെയ്യാൻ ആയിരുന്നു. അതിനുശേഷം വീണ്ടും ചോദിക്കുന്നു റിപ്ലൈ പ്ലീസ്, ഇഗ്നോ യൂണിവേഴ്സിറ്റി വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി അല്ലേ? സോ ഇത് ഒരു ചോദ്യമാണ്. സോ ഇതുപോലെ പല ചോദ്യങ്ങളും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ വാല്യൂയെക്കുറിച്ചും അതോടൊപ്പം UGCയുടെ അപ്രൂവലും അത് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നടത്തുന്നതിനെക്കുറിച്ചും ഇന്ത്യക്ക് പുറത്ത് നടത്തുന്നതിനെക്കുറിച്ചും അതോടൊപ്പം എങ്ങനെ ഇഗ്നോ കോഴ്സുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ, അങ്ങനെ പല കാര്യങ്ങളും. സോ ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയിൽ നമുക്ക് ഈ കാര്യം ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ആദ്യത്തെ ചോദ്യം എന്നുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ കോഴ്സുകൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ UGCയുടെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ചില സമയങ്ങളിൽ അപ്രൂവൽ ഉണ്ടായിരുന്നു, ചില സമയങ്ങളിൽ അപ്രൂവൽ ഉണ്ടായിരുന്നില്ല. കറൻ്റ്ലി അതിൻ്റെ അപ്രൂവൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടി UGCയുടെ UGC DEB വെബ്സൈറ്റിൽ പോയി നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇഗ്നോ കോഴ്സുകളെ ബാധിക്കുന്നത്? സോ ചില വർഷങ്ങളിൽ ഇഗ്നോയ്ക്ക് അതിൻ്റെ അപ്രൂവൽ നഷ്ടപ്പെട്ടിരുന്നു, അങ്ങനെ പല ചോദ്യങ്ങളും വന്നിരുന്നു. സോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇഗ്നോയ്ക്ക് UGCയുടെ അപ്രൂവൽ ഉണ്ട്. അതോടൊപ്പം ഇഗ്നോയ്ക്ക് ഒരിക്കലും UGCയുടെ അപ്രൂവൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി UGCയുടെ അപ്രൂവൽ ഇല്ല എന്ന ന്യൂസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇഗ്നോയ്ക്ക് ശരിക്കും UGCയുടെ അപ്രൂവൽ പോലും ആവശ്യമില്ല. കാരണം ഇഗ്നോ കോഴ്സുകൾ, ഇഗ്നോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത് പാർലമെന്ററി ആക്ട് പ്രകാരമാണ്. ഇന്ത്യയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ UGC ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് സെൻട്രലൈസ്ഡ് ആയി ഇഗ്നോ ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഗ്നോയുടെ ആധികാരികതയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ചില ടെക്നിക്കൽ കോഴ്സുകൾ, മെയിനായിട്ടും എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ നമുക്ക് ഇഗ്നോ വഴി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നേരത്തെ പറ്റിയിരുന്നു, പക്ഷേ അത് കോടതിയിലാണ് അതിൻ്റെ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നേരത്തെയുള്ള എപ്പിസോഡുകളിൽ ഈ കാര്യം ചർച്ച ചെയ്തതാണ്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ കറൻ്റ്ലി യു കനോട്ട് ഡു എനി ടെക്നിക്കൽ കോഴ്സ് ഇൻ ഇഗ്നോ എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം എന്നുള്ളത് ഇഗ്നോയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്താൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമോ ഇന്ത്യയിൽ? UG ആണ് ഇഗ്നോയിൽ ചെയ്തതെങ്കിൽ PG ചെയ്യാൻ പറ്റുമോ? PG ആണ് ചെയ്തതെങ്കിൽ PhDയിലേക്ക്, ഡോക്ടറേറ്റിലേക്ക് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇഗ്നോയുടെ കോഴ്സ് വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നൊരു ചോദ്യം എന്നുള്ളത് ഇഗ്നോ കോഴ്സുകൾ ചെയ്താൽ എബ്രോഡിൽ, നേരത്തെ ചോദിച്ച ചോദ്യം പോലെ കാനഡ, ഓസ്ട്രേലിയ, US പോലുള്ള രാജ്യങ്ങളിൽ ഹയർ എഡ്യൂക്കേഷന് പോകാൻ പറ്റുമോ ഇഗ്നോയിൽ ചെയ്ത ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സിന് ശേഷം? തീർച്ചയായിട്ടും പറ്റും. കാരണം ഇഗ്നോയുടെ കോഴ്സുകൾക്ക് വാല്യൂ ഉണ്ട്, അതിന് അപ്രൂവലും ഉണ്ട്. പിന്നെ വരുന്ന വേറൊരു ചോദ്യം ഇഗ്നോ കോഴ്സുകളുടെ വാല്യൂ ആണ്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാം. ഇഗ്നോ കോഴ്സുകൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് തീർച്ചയായിട്ടും അപ്രൂവൽ ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്. പിന്നെ ഏതൊരു കോഴ്സിൻ്റെയും വാല്യൂ എന്നുള്ളത് അത് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ വാല്യൂ ആണ്, അവരുടെ ക്വാളിറ്റിയാണ്. സോ ഒബ്വിയസ്ലി ഇഗ്നോയുടെ എക്സാമിനേഷൻ സിസ്റ്റം ആയാലും അസൈൻമെൻറ്റ് സിസ്റ്റം ആയാലും പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഗ്നോയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്ത കൂട്ടുകാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇഗ്നോ അവരുടെ രീതിയിൽ, അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഗ്നോയിൽ പഠിച്ചിറങ്ങുന്ന, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തിറങ്ങുന്ന കുട്ടികളുടെ വാല്യൂവും കൂടുതലാണ്. അതുകൊണ്ട് ഇഗ്നോ കോഴ്സുകൾക്കും വാല്യൂ ഉണ്ട്. പക്ഷേ എഗെയിൻ അടുത്ത ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡിസ്റ്റൻസ് കോഴ്സുകളും റെഗുലർ കോഴ്സുകളും സെയിം ആണോ അല്ലേ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സെയിം ആണ് എന്ന് UGC പറഞ്ഞിരുന്നു. സോ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും UGC പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് കോഴ്സ് ആയാലും റെഗുലർ കോഴ്സ് ആയാലും അതിന് ഒരേ വാല്യൂ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് അപ് ടു ദ എംപ്ലോയർ, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഏത് മോഡിലുള്ള എഡ്യൂക്കേഷൻ നേടിയാലാണ് അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആകാം എന്നുള്ളത്. സോ ഒബ്വിയസ്ലി റെഗുലർ കോഴ്സുകൾക്ക് പല മേന്മകളുമുണ്ട്. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി
അവരുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും പഠിക്കുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന എഡ്യൂക്കേഷൻ ഓൺ ഡയറക്റ്റ് മോഡാണ് നേടുന്നത്. അത്രത്തോളം ഡെഡിക്കേഷൻ എന്തായാലും ഡിസ്റ്റൻസ് കോഴ്സുകൾക്ക് നേടാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. സോ UGC റെഗുലർ കോഴ്സും ഡിസ്റ്റൻസ് കോഴ്സും സെയിം ആണ് എന്ന് പറഞ്ഞാലും ഈ രണ്ട് മോഡിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവും അതിൻ്റെ വാല്യൂവും അതിൻ്റെ ഡെപ്തും നോളജ് വിടുത്തുമൊക്കെ നോക്കിയാൽ റെഗുലർ കോഴ്സിനാണ് കൂടുതൽ മേന്മ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് കോഴ്സുകൾ വെറും ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ഓൺലൈൻ റിസോഴ്സുകൾ പഠിച്ച് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അതിന് വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ പലപ്പോഴും റെഗുലർ കോഴ്സ് പഠിച്ചിറങ്ങിയ കുട്ടികളെക്കാൾ കൂടുതൽ നോളജൊക്കെ ഡിസ്റ്റൻസ് കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് ഉണ്ടാകാം. വെരി ലിമിറ്റഡ്, ഏകദേശം 10% ഉള്ളിലെ ഈ ഒരു കൂട്ടം വരും. പക്ഷേ റെഗുലർ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ആ കോഴ്സ് പഠിച്ചിറങ്ങുന്നതോട് കൂടി നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് ക്ലാസ്സിലെ ഫ്രണ്ട്സ്, അതോടൊപ്പം ടീച്ചേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട്. ഈ സബ്ജക്റ്റ് നോളജ് കൂടാതെ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും വർക്ക്ഷോപ്സ്, കോൺഫറൻസസ്, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും റെഗുലർ കോഴ്സുകൾക്കുണ്ട്. സോ ആ മേന്മ അഡ്വാൻറ്റേജ് ഒബ്വിയസ്ലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനേക്കാളും റെഗുലർ കോഴ്സുകൾക്കുണ്ട്. സോ വി കനോട്ട് സേ റെഗുലർ കോഴ്സും ഡിസ്റ്റൻസ് കോഴ്സും സെയിം ആണ് എന്നുള്ളത്, സെയിം വാല്യൂ ആണ് എന്നുള്ളത്. സോ ഇതാണ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സിനെ കുറിച്ചും അല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ സെഷനിൽ അതിനുള്ള ആൻസറുകൾ കണ്ടെത്താം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.